ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു വിദ്യാസ് രസോയി. അപ്പോൾ എല്ലാവർക്കും ബിലേറ്റഡ് ഹാപ്പി ഓണം. എല്ലാവരുടെയും ഓണം അടിപൊളിയായിരുന്നോ? എല്ലാവരും അടിച്ചു പൊളിച്ചോ? അപ്പം നമ്മുടെ ഓണം അത്ര അടിപൊളിയൊന്നും അല്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഓണം സ്പെഷ്യൽ വീഡിയോസ് ഒന്നും ഇടാഞ്ഞത്. അപ്പോൾ ഇന്ന് ഞാൻ തയ്യാറാക്കുന്ന ഒരു ജീര റൈസ് ആണ്. ഓണസദ്യയൊക്കെ കഴിച്ച് എല്ലാവരും ബോറടിച്ചിരിക്കുമല്ലേ? അപ്പോൾ സിമ്പിളായിട്ട് ഒരു ജീര റൈസും ഡാൽ ഫ്രൈ ആണ്. ഡാൽ ഫ്രൈയുടെ വീഡിയോ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അപ്പോൾ കണ്ടിട്ടില്ലാത്തവർ അതൊന്ന് കണ്ടു നോക്കുക. പിന്നെ ആണെങ്കിൽ നമ്മുടെ ഈ ഫാമിലിയിൽ പുതിയതായിട്ട് ആരെങ്കിലും ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ഫ്യൂച്ചറിൽ വീഡിയോസൊക്കെ ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടി ആ ബെൽ ബട്ടനും ഒന്ന് പ്രസ് ചെയ്യണം. അപ്പം നമുക്ക് സിമ്പിൾ ജീര റൈസ് തയ്യാറാക്കാം. നമ്മൾ ജീര റൈസ് റെഡിയാക്കാൻ പോവാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു 200 ml ഒരു കപ്പിൽ റൈസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിനി നമുക്ക് ഒന്ന് വാഷ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ്സ് ഒന്ന് സോക്ക് ചെയ്യാൻ വേണ്ടി വെക്കണം. അത് കഴിഞ്ഞിട്ട് അപ്പോൾ നമുക്ക് കുറച്ച് വെള്ളം കൂടി ഒരു പാത്രത്തിലൊരു കുക്കറിലാണ് ഞാൻ വെച്ചിരിക്കുന്നത്. ഇതിന് വെയിറ്റും അടപ്പും ഒന്നും നമ്മൾ വെക്കുന്നില്ല. അപ്പം വെള്ളം ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. അപ്പം നമ്മളിതിലേക്ക് റൈസ് ഇട്ടിട്ടുണ്ട്. എന്നിട്ടൊരു 1/2 ടീസ്പൂണോളം ഗീയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം റൈസ് ഒരുപാട് അങ്ങ് സ്റ്റിക്കി ആകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ടൊരു നല്ല തിളയൊക്കെ വന്ന് കഴിയുമ്പോഴത്തേക്കിന് നമ്മൾ പാകത്തിനുള്ള ഉപ്പ് ചേർക്കുക. ഇതൊക്കെ പിന്നെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. പിന്നെ ജീര റൈസ് ചെയ്യാൻ തന്നെ എല്ലാവർക്കും അറിയാം. പിന്നെ നമ്മളൊരു വീഡിയോ എടുത്ത് കാണിക്കുന്ന അറിയാൻ മേലാത്തവർ ഒരുപാട് ആൾക്കാർ കാണില്ലേ, അതുകൊണ്ടാണ്. അപ്പം നമ്മുടെ റൈസ് ഓൾമോസ്റ്റ് വെന്തിട്ടുണ്ട്. ലാസ്റ്റ് ഇനി ഒരു തളയും കൂടെ ഒന്ന് വന്നോട്ടെ. അത് കഴിയുമ്പോഴത്തേക്കിന് നമുക്കിതങ്ങ് വാർത്തെടുക്കാം. കൈമ റൈസ് വെച്ചിട്ട് ചെയ്യാം. തലശ്ശേരി ബിരിയാണി ഉണ്ടാക്കുന്ന ആ റൈസ് വെച്ചിട്ട് വേണമെങ്കിലും ചെയ്യാം, കുഴപ്പമില്ല. പക്ഷേ കുറച്ചുകൂടെ ടേസ്റ്റും കാണാൻ കുറച്ചുകൂടെ ഭംഗിയും നമ്മുടെ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലൊക്കെ വേണമെങ്കിൽ നമ്മൾ ബസ്മതി റൈസ് തന്നെ എടുക്കുന്നതാണ് നല്ലത്. എന്നിട്ട് ഇനി നമുക്കിതൊരു 10 or 20 മിനിറ്റ്സോ എല്ലാം നമുക്കിതൊന്ന് ആറാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് ആറി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സ് ചെയ്യുന്ന മാത്രമേ ഉള്ളൂ പരിപാടി. വളരെ സിമ്പിളാണ് ജീര റൈസ്. അപ്പം ഞാനിതിലേക്ക് ഒരു 2.5 ടേബിൾ സ്പൂണോളം ഗീ ഒഴിച്ചിട്ടുണ്ട്. അതൊന്ന് മെൽറ്റായി വന്നോട്ടെ. ഇനിയാണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ള ജീരകം ചേർക്കുന്നത്. നല്ല ജീരകമാണ്. അപ്പോൾ ജീരകം ഗീയിലൊക്കെ കിടന്ന് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ നല്ല സൂപ്പർ ഒരു സ്മെല്ലാണ് വരുന്നത്. ജീരകത്തിൻ്റെ ടേസ്റ്റൊക്കെ ഇഷ്ടമുള്ളവർക്ക്. നോർത്ത് ഇന്ത്യൻസിനാണെങ്കിൽ അവർക്ക് ജീരകം ഒരു മസ്റ്റ്. എല്ലാ കറിയിലും അവർക്ക് ചേർക്കാണ്ടിരിക്കാൻ പറ്റത്തില്ല. ജീരകപ്പൊടിയാണെങ്കിലും ജീരകമായിട്ടാണെങ്കിലും ഒക്കെ തന്നെ ഉണ്ടോ. റൈസ് നന്നായിട്ട് തണുത്തത് കൊണ്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ. അല്ല ചൂടോടാണെങ്കിൽ എന്തായാലും റൈസ് അത് പൊട്ടിപ്പോകും. അപ്പോൾ കാണാനും ഒരു ഭംഗി കാണത്തില്ല. അതുകൊണ്ടാണ് എപ്പോഴും നമ്മളിങ്ങനെ തണുത്തതിന് ശേഷമേ ഇതൊക്കെ മിക്സ് ചെയ്യാവുള്ളൂ. അത് ബിരിയാണിക്കായാലും കൊള്ളാം, ഫ്രൈഡ് റൈസിനായാലും കൊള്ളാം, എന്തിനാണെങ്കിലും. പിന്നെ നമ്മൾ കുറച്ച് കൊറിയാണ്ടർ ലീഫ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട്, ഒരു ടേസ്റ്റിനും വേണ്ടിയിട്ട്. ഇനി നമുക്കൊരു 2-3 മിനിറ്റ്സ് ഇതൊന്ന് അടച്ച് വെക്കണം. ആ ഗീയുടേതും പിന്നെ ജീരകത്തിൻ്റെതും കൊറിയാണ്ടർ ലീഫിൻ്റെ എല്ലാത്തിൻ്റെ ഒരു ടേസ്റ്റ് നമ്മുടെ ആ റൈസിലേക്ക് കൂടെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിനി നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ സിമ്പിളായിട്ടുള്ള ജീര റൈസ് റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ ബെസ്റ്റ് കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഡാൽ ഫ്രൈ ആണ്. പിന്നെ ഒരു പിക്കിളും കുറച്ച് പപ്പടവും ഒക്കെ ഉണ്ടെങ്കിൽ ഊണങ്ങ് ഉഷാറാകും. അപ്പോൾ ഡാൽ ഫ്രൈയുടെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടെന്ന് നേരത്തെ പറഞ്ഞായിരുന്നല്ലോ. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ലാത്തവർ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം. അപ്പോൾ ഇനി ഒരു പുതിയ വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്കും ഷെയറും ഒന്നും തരാൻ മറന്നു പോകരുത് കേട്ടോ. ഓക്കെ, ബൈ ബൈ.